ഡൽഹിയിലെ തിഹാർ ജയിലിലെ ഭക്ഷണത്തിനെതിരെ കോടതിയെ സമീപിച്ച് അമേരിക്കൻ പൗരൻ. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ വിമതർക്ക് സൈനിക പരിശീലനം നൽകിയ കേസിൽ എൻഐഎ അറസ്റ്റ് ചെയ്ത US കൂലിപ്പടയാളി മാത്യു ആരോൺ വാൻഡ്യക്കാണ് ഡൽഹി കോടതിയിൽ വിചിത്രമായ ഹർജി നൽകിയിരിക്കുന്നത്. സിനിമകളെ വെല്ലുന്ന പശ്ചാത്തലമുള്ള ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണിപ്പോൾ ഡൽഹി കോടതിയെയും തീഹാർ ജയിൽ അധികൃതരെയും ഒരേപോലെ കുഴപ്പിച്ചിരിക്കുന്നത്. മ്യാൻമാർ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നതിനാണ് അമേരിക്കൻ പൗരനായ മാത്യു ആരോൺ വാൻഡിക്കൈനെ കഴിഞ്ഞ മാർച്ച് 13 NIA അറസ്റ്റ് ചെയ്യുന്നത്. മിസോറാം അതിർത്തിയിൽ വിമത ഗ്രൂപ്പുകൾക്ക് ആയുധ പരിശീലനം നൽകിയ കൂലിപ്പടയാളിയാണ് ഇയാളെന്നാണ് NIAയുടെ കണ്ടെത്തൽ. എന്നാൽ ഇപ്പോൾ ജയിലിലെ ഭക്ഷണശീലമാണ് ഇയാളെ വലയ്ക്കുന്നത്. തീഹാർ ജയിലിൽ നൽകുന്ന ഭക്ഷണം അമിതമായി എരിവുള്ളതും എണ്ണയുള്ളതുമാണെന്നാണ് വാൻഡേക്കിന്റെ പരാതി. ഇത് തന്റെ ശാരീരിക ഘടനയ്ക്ക് അനുയോജ്യമല്ല. കഴിഞ്ഞ മെയ് 6 മുതൽ താൻ ജയിലിൽ ഭക്ഷണത്തിനെതിരെ നിരാഹാര സമരത്തിലാണെന്നും സോയാ മിൽക്ക് മാത്രമാണ് കഴിക്കുന്നതെന്നും ഇയാൾ ഹർജിയിൽ പറയുന്നു. പട്ടിണി കിടന്ന് 14 കിലോയോളം ഭാരം കുറഞ്ഞതായും പ്രതിരോധ ശേഷി നശിച്ചതായും അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. മാനുഷിക പരിഗണന നൽകി സ്വന്തം ചിലവിൽ ജയിലിനുള്ളിൽ ഭക്ഷണം പാകം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. ഇതിനായി കുടുംബം വാങ്ങി നൽകുന്ന ഇൻഡക്ഷൻ കുക്കറും പാത്രങ്ങളും ഉപയോഗിക്കാൻ അനുവദിക്കണം. ഇതിനൊപ്പം കോഴിയിറച്ചി, മാട്ടിറച്ചി, ചെമ്മീൻ, പാസ്ത, ഒലിവ് ഓയിൽ, വെണ്ണ എന്നിവയടങ്ങുന്ന ഒരു നീണ്ട ഭക്ഷണ സാധനങ്ങളുടെ പട്ടികയും വാൻഡേക്ക് കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് NIA വ്യക്തമാക്കിയതോടെ കോടതി തീഹാർ ജയിൽ അധികൃതരോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ അനുമതി നൽകാനാകുമോ എന്നതിൽ ജയിൽ ഭരണകൂടത്തിന്റെ നിലപാട് നിർണായകമാകും. കേസ് 21-ന് വീണ്ടും കോടതി പരിഗണിക്കും. ജനം, ഡൽഹി.